കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കൃപാഭിഷേക ശുശ്രൂഷ, ഇതിൽ നമുക്ക് പങ്കെടുക്കുമ്പോൾ ദൈവാത്മാവ് എല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. അഴിമേറിയൊരു മാനസാന്തരം, ദൈവസ്നേഹ അനുഭവം, ദൈവഭവനത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം, ദൈവഭവനത്തിലുള്ള ജീവിതം, അത് നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ പങ്കെടുക്കാം. പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവികമായ ഇടപെടലുണ്ടാകും. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശുശ്രൂഷിക്കരുത് വരാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നനിൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി ആരാധന 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 ആരാധന. ഈശോയെ, രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന ആരാധന. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അടലുമ്പോൾ മറപറ്റി അണയുമെൻ ചാരേ. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അടലുമ്പോൾ മറപറ്റി അണയുമെൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. സ്തുതിക്കട്ടെ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്ക് കേൾക്കുന്ന വചനം ഹൃദയത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരു ജീവിതം മുഴുവൻ ഈശോയുടെ കരങ്ങളിൽ ചേർത്ത് വെക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 30, 31, 32 ഈ 3 തിരുവചനങ്ങളെ പ്രധാനമായിട്ട് നമ്മളെടുത്ത് ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. വളരെ പ്രധാനപ്പെട്ട വചനമാണിത്. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികളുടെ പരിണിത ഫലമാണ് അനുഭവിക്കുന്നത് എന്നുള്ളൊരു വചനം അവിടെ കയറി വരുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വചനം. അപ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ അവൻ തന്നെയാണ് കർത്താവിൻ്റെ മുമ്പിൽ കരുണയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും പശ്ചാത്തപിക്കേണ്ടതും മാനസാന്തരപ്പെടുക. അങ്ങനെ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുകയും ചെയ്യും. എസെക്കിയേൽ 18-20 വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും.
പലപ്പോഴും വലിയൊരു വചനം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ചിലർ ഉപയോഗിക്കും, ശാപങ്ങളെന്നൊരു വാക്ക് ഉപയോഗിക്കും. പൂർവികരുടെ തെറ്റിൻ്റെ ശാപം ആ കുടുംബത്തിനിരിക്കുന്നതിൻ്റെ പരിണിത ഫലം ഇങ്ങനെയൊക്കെയാണ്. അതായത് പിതാക്കന്മാരെ തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷ മക്കൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അത് സഭ പറയുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അതിൻ്റെ അർത്ഥം തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. അതായത് തിരുവചനത്തിൻ്റെ നിയമം അനുസരിച്ച് ഓരോരുത്തരും അവനവൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് അതാണ് അനുഭവിക്കുക. അപ്പോൾ അവൻ്റെ പാപമാണ് ഏറ്റു പറയേണ്ടത്. സഭ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി തിരുസഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ പൂർവികർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കണം, നമ്മളോടും പരിഹാരം ചെയ്ത്. പക്ഷേ അതിൻ്റെ ശിക്ഷ അവൻ ചെയ്തതിന് ദൈവം എന്നെ ശിക്ഷിക്കുക എന്നൊരു തലമില്ല. ഓരോരുത്തരും അവനവൻ ചെയ്യുന്നതിൻ്റെ തെറ്റിൻ്റെ പരിണിത ഫലം അവനാണ് വരുന്നത് എന്ന് പറയും. ഒരുപക്ഷെ അതിൻ്റെ ചില സ്വഭാവങ്ങൾ, അതിൻ്റെ മറ്റ് ചില രീതിയിൽ അത് ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ അപ്പൻ മദ്യപിച്ച് ജീവിച്ചപ്പോൾ അവിടെയുള്ള സമ്പത്ത് മുഴുവൻ തീർന്നുപോയി. പിന്നെ മക്കളായിട്ട് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ അപ്പൻ പാപത്തിൽ ജീവിച്ചത് കൊണ്ട് കുടുംബബന്ധം ഡിവോഴ്സായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഫലമായി വളർന്നു വരുന്ന ഒരു കുട്ടി, ആൺകുട്ടി അല്ലെങ്കിൽ പെൺകൊച്ച്, ആ കുഞ്ഞിനുണ്ടാകുന്ന അതിൻ്റെതായ വേദനകളും പ്രയാസങ്ങളും വരും. അത് ദൈവശിക്ഷയല്ല, ഒരിക്കലും ദൈവശിക്ഷയല്ല. അത് ആ വ്യക്തി ചെയ്യുന്ന പാപം അതുകൊണ്ട് നമ്മളൊക്കെ ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ നാച്ചുറലായ കോൺസിക്വൻസ് നമ്മളായിരിക്കുന്നു. അതൊരിക്കലും ദൈവശിക്ഷയായിട്ട് കണ്ടേക്കരുത്. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ദൈവശിക്ഷ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാനേ പാടില്ലെന്ന് പറയും. ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു നോക്കണം. സ്നേഹം തന്നെയായ ദൈവം, അതാണ് തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് വളരെ വ്യക്തതയോടെ. യോഹന്നൻ്റെ സുവിശേഷത്തിൻ്റെ 3:16 മുതലുള്ള തിരുവചനത്തിൽ പറയും, അവൻ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ കണ്ടെത്തേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നൻ 3:17 പറയും, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യേകം അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. ദൈവം യേശുവിനെ അയച്ചത് യേശുവിനിലൂടെ അവനെ യിലൂടെ രക്ഷിക്കപ്പെടാൻ വേണ്ടി, നമ്മളെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ്. യോഹന്നൻ്റെ സുവിശേഷത്തിൻ്റെ 14:5-6 വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോ ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ ഈശോയിലൂടെ രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, പാപത്തിൻ്റെ പരിണിത ഫലം ഓരോരുത്തരും അവനവൻ്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. അല്ലെങ്കിൽ അതിൻ്റെതായ തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ദൈവശിക്ഷയായിട്ട് കാണേണ്ട, അതൊരു പക്ഷേ ആ ചെയ്യുന്ന തെറ്റിൻ്റെതായ ഫലമായിട്ടത് കയറുക. നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി അത് കാണുവാനടുത്തായിരുന്നു. ദൈവം സ്നേഹം തന്നെയായ ദൈവം, കരുണ തന്നെയായ ദൈവം. പലപ്പോഴും പിശാചുമായിട്ട് നമ്മൾ കൂട്ടുകൂടുന്നത്, പാമ്പുമായിട്ട് കളിക്കാൻ പോയാൽ പാമ്പിൻ്റെ വിഷം, പാമ്പ് വന്ന് നമ്മളെ ആക്രമിക്കും. ആക്രമിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിൽ നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. കാരണം പാപത്തെ പാമ്പിൻ്റെ സ്വഭാവമായിട്ട്, സർപ്പമായിട്ട് കാണുമെന്ന് പറയും. സർപ്പത്തിൻ്റെ സ്വഭാവം അതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 21:1-2 മകന് നീ പാപം ചെയ്തിട്ടുണ്ടോ? പഴയ പാപങ്ങൾ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നുള്ള പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തേ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അതിൻ്റെ ജീവൻ അതൊരു ദൈവശിക്ഷയിൽ ആ പാപത്തിൻ്റെതായ അത് സ്വാഭാവികമായി വരും. അപ്പം നമുക്ക് വിലക്കപ്പെട്ട കനി പറിച്ച് കഴിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതാണ് അതിൻ്റെതായ പരിണിത ഫലം. അവർ അസ്വസ്ഥരാകും, ദൈവബന്ധം വെച്ചു കൊടുക്കും. അപ്പോൾ അതാണ്. അപ്പം പാപം എന്നതൊരു വിഷമാണ്, പാപം എന്നത് സർപ്പത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിൽ നമുക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ തന്നെ അത് കടന്നു വരും. അപ്പോൾ അത് വരുമ്പോൾ അതിന് മോചനം കിട്ടാൻ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകാനും അനുദപിക്കാനും തയ്യാറാകണം. അത് എപ്പോഴും ഒരു കാര്യം ഓർത്തു, ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭാരങ്ങളും മാറുന്നത്. നമ്മൾ പലപ്പോഴും ലോകസ്നേഹം, മനുഷ്യസ്നേഹത്തിനോട് ഓടി നടക്കുക. പക്ഷേ അതൊന്നും പ്രശ്നം തരത്തില്ല. മനുഷ്യൻ്റെ പ്രശ്നം, അവൻ്റെ പാപത്തിൻ്റെ പ്രശ്നം തീരുമാനിക്കണമെങ്കിൽ ദൈവത്തിലേക്ക് അവൻ തിരികെ വരണം. ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ അവൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാകുകയുള്ളൂ.
മാത്രമുള്ളൂ. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. പരിസേയരും ധീമഞ്ജരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: നിങ്ങൾ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്ത, കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു? വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെ അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുന്നു, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയങ്ങൾ ഉണ്ടായിരിക്കുക അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുമ്പോൾ ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരും അയൽവാസികളും വിളിച്ചുകൂട്ടി പറയും: എന്നോട് കൂടെ സന്തോഷിക്കുവിൻ, എന്നത് നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കും. അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം അനുദപിക്കാൻ തിരിച്ചു വരിക എന്നുള്ളതാണ്, ദൈവത്തിലേക്ക് തിരിച്ചു വരിക. മനുഷ്യജീവിതത്തിൻ്റെ ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോൾ കാണാൻ പറ്റുമേ, അതായത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതാണ് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. അതാണ്. അപ്പം ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്, അനുദപിക്കുക. അവൻ്റെ തെറ്റുകൾ അവൻ മസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ്, അവൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം മേടിച്ചെടുത്ത് അവൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകും, അത്ഭുതമുണ്ടാകും, അടയാളമുണ്ടാകും, സൗഖ്യങ്ങളുണ്ടാകും. പിശാചുകൾ തന്നെ വിട്ടുപോക്കുള്ളൂ. ദൈവവുമായിട്ട് ബന്ധത്തിലല്ലാത്തതുകൊണ്ട് ദുഷ്ടാരൂപി ഇതുപോലെ നിന്നെ ഇട്ട് പറചട്ടിയിലെന്ന പോലെ ഇട്ടുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുമായിട്ടുള്ള ബന്ധമാഴപ്പോഴും. അവിടെ വീണ്ടും പറഞ്ഞിട്ട് ഓരോരുത്തരും അവനവൻ ചെയ്യുന്നത് തെറ്റിൻ്റെ പരിണിത ഫലമോ, അല്ലാതെ പിതാക്കന്മാരുടെ തെറ്റിൻ്റെ പരിണിത ഫലമായിട്ട് ശിക്ഷിക്കുന്ന ദൈവം അല്ലത്. ഒരിക്കലും ദൈവം അങ്ങനെ ശിക്ഷിക്കില്ല. ആണ് തനത് വിധി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മരണാനന്തരം ഉണ്ടാകുന്ന തനത് വിധിയിലുണ്ടാകുന്നു ആ വ്യക്തിയുടെ പാപത്തിന്, അല്ലാതെ വേറെ ആരുടെ പാപത്തിനല്ല ദൈവം അവനെ ശിക്ഷിക്കുന്നത്. അവൻ ദൈവസന്നിധിയിൽ അവനറിഞ്ഞ ദൈവത്തെ, അവനറിഞ്ഞ വിശ്വാസത്തിൻ്റെ തലമനുസരിച്ച് അവൻ ദൈവത്തിൽ അവൻ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും. അറിഞ്ഞുകൊണ്ട് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ദൈവം അതിനെ അവിടെ നശിപ്പിക്കുകയല്ല, അതിനെ വിശുദ്ധീകരിക്കാനുള്ള ദൈവത്തിൻ്റെ അടുത്തൊരു പദ്ധതി ദൈവം അവിടെ ഒരുക്കിയിരിക്കും എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ ദൈവനിഷേധത്തിൻ്റെ സ്വരങ്ങളും ശൈലികളും ദൈവമേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു ആത്മാവിന് മാത്രമേ നിത്യനരകത്തിലേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പലതവണ ദൈവം പറയുന്ന തിരുവചനം മാനസാന്തരപ്പെടുക, തിരിച്ചു വരിക ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം: അവിശ്വസ്തരായ മക്കൾ തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. വീണ്ടും തിരുവചനം പറയും, ജെറമ്യാ 3:13-ാമത്തെ വചനം പറയുന്നുണ്ട്: നിന്റെ ദൈവമായ കർത്താവിനോട് നീ മറുതലിച്ചു, പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു, നീ എന്നെ അനുസരിച്ചില്ല, ഈ കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവ് അരുളിച്ചെന്നു. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൃപയും അഭിഷേകവും ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. വീണ്ടും ജെറമ്യാ 3:22 പറയും: അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരും, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. അപ്പോൾ എല്ലാം ദൈവത്തിലേക്ക് തിരിച്ചു വരാനാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ കാരണം ഈശോയിലേക്ക്, ഉത്ഥിതനായ ഈശോയിലേക്ക് നമുക്ക് വേണ്ടി യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായ ഈശോയിലേക്ക് അടുക്കാത്ത ഈശോ വഴി ഒന്നേ ഉള്ളൂ, ഒരു വഴിയേ അല്ലെ, വഴിയും സത്യവും ജീവനും ഞാൻ മാത്രം ഈശോ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഒറ്റ വഴിയിലേക്ക് വരിക, അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. വീണ്ടും ജെറമ്യാ 2:11, 12, 13 വചനം പറയുകയാണ് തിരുവചനത്തിൻ്റെ ശക്തി. എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവിടിഞ്ഞിരിക്കുന്നു. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ, കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്യുന്നു. ഉണ്ടോ വചനം പറയും, എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ഉറവ ഈശോയാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവ നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവിലാണ് എല്ലാം ഇരിക്കുന്നത്, നന്മയും എല്ലാം ഇരിക്കുന്നത്, അനുഗ്രഹങ്ങളുടെ എല്ലാം ഉറവാണ്. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഒരു ഉപേക്ഷിച്ച് ജലം കിട്ടില്ലാത്ത പൊട്ടക്കിണറുകൾ
ഈ പൊട്ടക്കിണറാണ് വിഗ്രഹങ്ങളുടെ പിന്നാലെ, പിശാചിൻ്റെ പിന്നാലെ, പണത്തിൻ്റെ പിന്നാലെ, വ്യക്തികളുടെ പിന്നാലെ, സുഖത്തിൻ്റെ പിന്നാലെ ഒക്കെ സെക്സ്, മദ്യം, ഇതൊക്കെ അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കുറച്ചു നേരം അന്ധകാരത്തിൻ്റെ കാലഘട്ടം, കുറച്ചു നേരം ഉറഞ്ഞു തുള്ളാൻ പറ്റും. പക്ഷേ അതിനുശേഷം വീണ്ടും കടുത്ത ദുഃഖവും നിരാശയും മാനസിക വിഭ്രാന്തിയും അസ്വസ്ഥയും പൈശാചിക പീഡകളും ഒക്കെ വന്ന് കൂടുന്നു കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയം സൂക്ഷിക്കും. എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, എന്നിട്ട് ജലം ലഭിക്കില്ലാത്ത പൊട്ടക്കിണർ കുഴിക്കുകയും ചെയ്യുന്നു. നമ്മളൊക്കെ ഇന്ന് പൊട്ടക്കിണറിൽ പോയാണ് വെള്ളം തേടുന്നുണ്ട്, വെള്ളം കിട്ടുന്നില്ല. ജലം പലതും പൊട്ടക്കിണർ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പലയിടത്തും അനുഗ്രഹം പ്രാപിക്കാൻ പലയിടങ്ങളിലും പല ആളുകളുടെ അടുക്കലും പോകും. മന്ത്രവാദി, കൂടോത്ര, ശുദ്രവിദ്യ, ചിലപ്പോൾ എല്ലായിടത്തും. പക്ഷെ അവിടെ ഒന്നും അല്ല ഇരിക്കുന്നത് ഈശോയില്ല. സഭയിൽ അത് ഇരിപ്പുണ്ടത്, പരിശുദ്ധ കുർബാനയിൽ ഇരിപ്പുണ്ടത്, കുദാശകൾ അത് ഇരിപ്പുണ്ടത്, ബലിപീഠത്തിൽ ഇരിപ്പുണ്ടത്, ദൈവവചനത്തിൽ. അവിടേക്കാണ് പോകേണ്ടത്, നമ്മൾ ആരിലുമല്ല. ഞാൻ പലപ്പോഴും ആളുകൾ എൻ്റെ ചുറ്റും കൂടുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാൻ ആരുമല്ല കേട്ടോ, ഞാൻ വട്ടപ്പൂച്ചോ, നിങ്ങൾ ഈശോയുടെ അടുക്കിലേക്ക് പോകേണ്ടത്. ഈശോയാണ് എല്ലാം തരുന്നത്, ഈശോയിലാണ് നിങ്ങൾ. ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പോയി പ്രാർത്ഥിക്കും, നമ്മളെ മുട്ടുകുത്തും. അപ്പോൾ ആളുകളിങ്ങനെ ഞങ്ങളുടെ പുറകെ ഓടി നടക്കുമ്പോൾ ഞാൻ ഓടി മാറും. കാരണം എനിക്കറിയാം ജീവജലത്തിൻ്റെ ഉറവ കർത്താവാണ്. ഞാൻ തന്നെ നിൽക്കുന്നത് കർത്താവിൻ്റെ കൈ പിടിച്ചാണ്. ആ ഉറവയിൽ നിന്നുള്ള ജലം കുടിച്ചാണ് ഞാൻ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, ആ ജനത്തോട് ഞാൻ പറയും, നിങ്ങൾ ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമാധാനം കിട്ടുന്നത്. അപ്പോൾ അവിടെയാണ് അനുതാപം ആവശ്യം. ഞാൻ പറഞ്ഞു പോകുന്നല്ലോ, അനുദപിക്കുക, പശ്ചാത്തപിക്കുക, ഹൃദയത്തിലുള്ള എല്ലാ തെറ്റുകളും പാപങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ജീവിതം വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെതാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് വലിയ കൃപയും അനുഗ്രഹവും രക്ഷാകരമായ ദൈവികമായ ഇടപെടൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 16-17 വചനമുണ്ട്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്: പരസ്പരം സത്യം പറയുക, നഗരകവാടങ്ങൾ സത്യസന്ധമായി ന്യായം വിധിക്കുക, അങ്ങനെ സമാധാനം പാലിക്കുക, പരസ്പരം തിന്മ നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്, ഞാനിവ വെറുക്കുന്നു, കർത്താവ് അരുളിച്ചെന്നു. എപ്പോഴും നമ്മളോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടുന്ന ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ആ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് വലിയ കൃപയും വിടുതൽ കിട്ടുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുക. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14 പറയും, ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. അപ്പോൾ അത് വലിയ അപകടമാണ്. അനുദപിക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചു വരാതെ വെറും അവർ വേറൊരു മെൻറ്റാലിറ്റിയിൽ അവർ പോവുകയാണ്, അഹന്തയിൽ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് മാനസാന്തരപ്പെടാം, ഈശോയിലേക്ക് തിരിച്ചു വരാം. വീണ്ടും വചനം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 12-ന്റെ 6-ാമത്തെ വചനം, ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. വീണ്ടും വചനം പറയുന്നുണ്ട്, ഹോസിയ 11-ന്റെ 1-2 ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചു, ഞാൻ അവരെ അടുക്കിലേക്ക് വിളിക്കും തോറും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. ശരിക്കും പഴയ നിയമം മുഴുവൻ നോക്കിയോ, എല്ലാ പ്രവാചകന്മാരും ദൈവജനത്തോട്, ഇസ്രായേൽ ജനത്തോട്, നിങ്ങൾ തിരികെ വരുവിൻ, മാനസാന്തരപ്പെടുവിൻ, ദൈവത്തിലോട്ട് അടുക്കുവിൻ, ദൈവത്തോട് ചേരുവിൻ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി ശിഷ്യന്മാർക്ക് 12 അപ്പോസ്തലന്മാർക്ക് പാപമോചനത്തിൻ്റെ അധികാരം കൊടുക്കുമ്പോൾ ആ അധികാരം എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് വീണ്ടും കർത്താവിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുക, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും. അല്ലാതെ വേറൊരു വഴിയില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് കൂടുന്നതിൻ്റെ കാരണം ദൈവബന്ധം അവൻ വിട്ടുപോകുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ദൈവത്തെ കൂടാതെ നടക്കാൻ ശ്രമിക്കുന്നു, ദൈവത്തെ കൂടാതെ ചിന്തിക്കാൻ, അവൻ്റെ എല്ലാ തീരുമാനങ്ങൾ അതാണ്. അവനങ്ങനെ അനുദപിക്കാത്തതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ അടിത്തറയായിട്ട് നിൽക്കുന്ന കാര്യം അതാണ്. അവിടെ നമ്മൾ അപ്പനെ ഉപദ്രവിക്കുമ്പോഴും അമ്മയെ ഉപദ്രവിക്കുമ്പോഴും ഭാര്യയെ ഉപദ്രവിക്കുമ്പോഴും ഭർത്താവിനെ ചതിക്കുമ്പോഴും ഭാര്യയെ ചതിക്കുമ്പോഴും മക്കളെ ചതിക്കുമ്പോഴും തിരുസഭയെ ചതിക്കുമ്പോഴും വിശ്വാസത്യാഗം നടത്തുമ്പോഴും സത്യവിശ്വാസം ഉപേക്ഷിച്ച് പോയിട്ട് വിവാഹങ്ങളൊക്കെ നടത്തുമ്പോഴും വൈദികരെ പീഡിപ്പിക്കുമ്പോഴും സന്യസ്തരെ പീഡിപ്പിക്കുമ്പോഴും ആരെയെല്ലാം നമ്മൾ പീഡിപ്പിക്കുന്നോ അവരെല്ലാം പീഡിപ്പിക്കുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്ന അവർക്കെതിരെയല്ല, ദൈവത്തിനെതിരെ. ഊറിയായുടെ നിലവിളി ദൈവം കേൾക്കുന്നു. അതിൻ്റെ ഉത്തരവാണ് നാഥാൻ വന്ന് കൊടുക്കുന്നത്. ഊറിയായെ കൊല്ലുമ്പോൾ, ഊറിയ ഇല്ലാതാകുമ്പോൾ അവൻ്റെ നിലവിളി ദൈവസന്നിധിയിലെത്തുന്നു, നീതിമാൻ്റെ നിലവിളി എത്തുന്നു. അത് അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ അനന്ത സ്നേഹം കടന്നു വരുന്നുണ്ട്. മനുഷ്യനെ ശിക്ഷിച്ച് നശിപ്പിക്കാൻ ഒരിക്കലും ശിക്ഷണം കൊടുത്ത് വീണ്ടെടുക്കുന്ന ദൈവത്തെയാണ് നമ്മൾ മുഴുവൻ ബൈബിളിൽ കണ്ടുമുട്ടുന്നത്. ചില സമയത്ത് ഇസ്രായേൽ ജനത്തിനോട് കൊടുക്കുന്ന പ്രവാസകാലം പോലും അവരെ വിശുദ്ധീകരിക്കുന്ന കാലഘട്ടം, ശിക്ഷണം കൊടുക്കുന്ന കാലഘട്ടമാണ്. ശിക്ഷണം കൊടുത്ത് ദൈവം തിരിച്ചു കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. എപ്പോഴും ഓരോ ശാസനകളും ഓരോ വേദനകളും ഓരോ സഹനങ്ങളും ഓരോ വേദനയും നമുക്കുണ്ടാവും. ഒരു ശിക്ഷണം ഉണ്ടതിന്. ഈ ദൈവത്തെ ഇന്ന് പല കുടുംബങ്ങളും പല ആളുകളും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരാറുണ്ട്.
പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, ഇവർ സംസാരിക്കുന്നത് വേറെ ഒരു കാര്യമാണ്. ശരിക്കും ഒരു ബൈബിളോ ദൈവത്തെ അറിയാത്തവരാണ് പല ആളുകളും. കാരണം ദൈവബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ് എൻ്റെ ഈ തകർച്ചയുടെ കാരണമെന്ന് അനുദപിക്കുന്ന ആരെയും വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ശരിക്കുള്ള ജ്ഞാനം കിട്ടിയവർ അവിടെ അവർ ഓടി നടക്കുക, ഓരോരുത്തടുത്ത് ഓരോ സ്ഥലങ്ങൾ ഓടി നടക്കുക. ദൈവബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ് എൻ്റെ ഈ പ്രശ്നത്തിന് കാരണമെന്ന് കരുതുന്ന ആരും തന്നെ ഇല്ല. എല്ലാവരും സ്വയം ന്യായീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ സഹനത്തിൻ്റെ കാരണം ദൈവബന്ധം വിച്ഛേദിച്ചാന്ന് കരഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവികമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഹൃദയം നിറഞ്ഞ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുത്ത് ഡെലിവറൻസിനായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതം മാറട്ടെ. എൻ്റെ ജനം 2 തെറ്റ് ചെയ്തു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ഉറവ ദൈവം മാത്രം, ഈശോ മാത്രം. പരിശുദ്ധ ത്രിത്വത്തിലാണ് അനുഗ്രഹങ്ങളുടെ ഉറവ അതാണ്. അപ്പോൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ കാര്യകാരണങ്ങൾ നീ കണ്ടുപിടിക്കുക. സഹോദരനെ ദ്രോഹിക്കുമ്പോഴും, ഭാര്യയെ ദ്രോഹിക്കുമ്പോഴും, പ്രിയപ്പെട്ടവർ ദ്രോഹിക്കുമ്പോഴും, മറ്റുള്ളവർ ദ്രോഹിക്കുമ്പോഴും, നമ്മൾ പാപം ചെയ്യുമ്പോഴും, രഹസ്യമായും പരസ്യമായും വിശുദ്ധിക്കെതിരായിട്ടൊക്കെ പാപം ചെയ്യുമ്പോഴും എല്ലാം ഈ ബന്ധം അകലുന്നുണ്ട്. അതിൻ്റെ പരിണതഫലം ഭീകരമായിരിക്കും. അതുകൊണ്ട് തിരിച്ചു വരിക, ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. സ്നേഹം തന്നെയായ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നീ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ആ ഒരു ധൂർത്തപുത്രൻ്റെ പിതാവിനെ പോലെ നീന്തി തിരിച്ചു വരിക. ആഗ്രഹിച്ചിരിക്കുന്ന സ്വർഗ്ഗപിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. നിൻ്റെ പ്രശ്നങ്ങൾ അപ്പോഴേ തീരുവുള്ളൂ, അപ്പോൾ മാത്രമേ തീരുവുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണൻ ജീവിതം, അതെന്നാനന്ദം അതിമധുരം. ബലഹീനതയിൽ തികയും ദൈവശക്തിയൻ ആശ്രയമേ. ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. ജയം ജയം യേശുവിന്, എല്ലാവരും ജയം ജയം കർത്താവിന്, ജയം ജയം രക്ഷകന്. ഹല്ലേലൂയ ജയമെന്നുമേ, ജയം ജയം രക്ഷകന്. ഹല്ലേലൂയ ജയമെന്നുമേ. സ്തുതിക്കുന്ന ആരാധന ആരാധന ആരാധന. അഭിഷേകം കൊടുക്കുന്നു. ആശീർവാദ സമയം കർത്താവ് ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഈ ധ്യാനത്തിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലെ കൃപയോട്ടെ. കൃപയ്ക്ക് മേൽ കൃപ, കൃപയ്ക്ക് മേൽ കൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.